ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു കരുതുന്നു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പൂണ്ടി വില്ലേജിലേക്കാണ്. പൂണ്ടി എന്നുള്ള മനോഹരമായ സ്ഥലം. ഈ പൂണ്ടി വില്ലേജ് അധികം എക്സ്പ്ലോർഡ് ആയിട്ടില്ല എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് എക്സ്പ്ലോർഡായി കഴിഞ്ഞൊരു സ്ഥലമായിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറ്റു വീഡിയോകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം, എൻ്റെ ഈ വീഡിയോ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും എന്ന് പറയാൻ കാരണം, ഞാൻ ഇതൊന്നും തന്നെ ഈ വീഡിയോയിലുള്ള ഒരു ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടില്ല. കാരണം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോയിലുള്ള ആ ഒരു വ്യൂസ് കൂട്ടേണ്ടിയിട്ടല്ല, അതിൻ്റെ ആ ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും കൂട്ടേണ്ടിയിട്ടല്ല. കാരണം നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു വില്ലേജിൻ്റെ, ഈ ഒരു പൂണ്ടി വില്ലേജിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി കാണാനുണ്ട്. അത് എൻ്റെ എല്ലാ വീഡിയോകളിലും ഒന്നും തന്നെ ഞാൻ ഒരിക്കലും കട്ട് ചെയ്യാറില്ല. ആ ഒരു നിങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെ അതിൻ്റെ മനോഹരമായ ദൃശ്യം മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്ക് കാണാനുണ്ട് എന്നുള്ളത്, ഒന്ന് മറച്ചു വെക്കേണ്ട ഒരു കാര്യങ്ങളല്ല ഇതിലുള്ളത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കൊടൈക്കനാലിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ളതാണ് ഈ പൂണ്ടി വില്ലേജ്. പൂണ്ടി എന്നുള്ളത് തമിഴിൽ പൂണ്ട് എന്നുള്ളത് വെളുത്തുള്ളി എന്നുള്ളത് ആ ഒരു പേരാണ്. പൂണ്ടി എന്നുള്ള ആ ഒരു പേര് ഇതിന് വരാൻ കാരണം എന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് വെളുത്തുള്ളിയും ഉള്ളി ഇതുപോലുള്ള സാധനങ്ങളാണ്. ഇതൊരു ഫാം ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം. എന്നല്ല, ഫാം ടൂറിസം തന്നെയാണ് ഇതിൻ്റെ മെയിൻ, ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും മഞ്ഞും മലയും അതുപോലെ കൃഷിയിടങ്ങളും തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. നമ്മളിവിടെ എത്തി, ഈ പൂണ്ടിയുടെ ഈ ഒരു ഗ്രാമപ്രദേശമായ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി നിർത്തിയതിനു ശേഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു വേണം പോകാൻ. ഇതാണ് യഥാർത്ഥ പൂണ്ടിയുടെ ഗ്രാമത്തിൻ്റെതായ കാഴ്ചകൾ. ഇത് ഞാൻ നടന്നു പോകുന്നതുകൊണ്ട് ഒരു താഴ്ചയിലേക്കൊന്ന് ഇറങ്ങിപ്പോകണം. ഈ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഈ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഷെയ്ക്ക് ഈ ഒരു വീഡിയോയിലുണ്ട്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. കൃഷിയിടങ്ങൾ കണ്ട സമയത്ത്, ഈ ഒരു ഫാമിംഗ് കണ്ട സമയത്തുള്ള ആ ഒരു ആവേശം ഉണ്ടല്ലോ, എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും അതുപോലെ ആ കൃഷി ചെയ്യുന്ന ഗ്രാമവാസികളും അവരുടേതായ ആ ഒരു എല്ലാ കാര്യങ്ങളിലും അവരുടെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു കൃഷിയിടങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ഇറങ്ങി താഴത്തോട്ടേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നമ്മൾ താഴത്തോട്ടേക്ക് നമുക്ക് ഇറങ്ങി ആ കൃഷിയിടത്തിലൊന്ന് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കൊന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളും ആടും അതുപോലെ കഴുതയും എരുമയും അതുപോലെ കൃഷിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തു കൂടിയായിരുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, ഇവിടത്തേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്, ഈ നടന്നു പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, നമ്മൾ ഇത്രയും കാലം പരിചയിച്ചു വന്ന ആ ഒരു രീതിയിലൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു യാത്ര നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ നടന്നു വരുന്നുണ്ട്. നമുക്ക് അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചുമ്മാ ഒന്ന് കുശലം പറഞ്ഞിട്ടൊക്കെ ഒന്ന് പോകാം. സ്കൂളില്ലേ? എന്നാச்சு? எதுக்கு சண்டே? இப்பதான் சண்டே, நாளைக்கு வேற சண்டே. இது சண்டே தானே? இன்னும் சண்டேயா? இன்னைக்கு சாட்டர்டே. நாளைக்கு சண்டே. ஆமா, இன்னைக்கு ஸ்கூல் போகல. இன்னைக்கு லீவு. இன்னைக்கு நாளைக்கு லீவு. அதென்ன அப்படி 2 நாள் லீவா? ரொம்ப கஷ்டம். படிக்க வேண்டாமா அப்போ? நாங்க வீட்டு ஹோம்வொர்க் எழுதிடுவோம். 5 நாள் ஸ்கூல். ஓ, நம்ம ஊர்ல வந்து 7 நாளும் பள்ளிக்கூடம் தான். கேரளாவில அதெல்லாம் பயங்கர லக்கி மேன். நீங்க கேரளாவுல எங்க? கேரளாவுல கோழிக்கோடு தான். கோழிக்கோடு தெரியுமா? கோழிக்கோடு தெரியுமா? எப்படி இருக்கா? சீரியல் அவங்கள. அப்படியே சரியா? சீரியல் பார்த்திருக்கேன். அம்பா. പക്ഷേ കാണാവുന്ന കാഴ്ചകൾ പറഞ്ഞതുപോലെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കാഴ്ചയുടെ അത് എന്താണ് ശരിക്കൂടെ യഥാർത്ഥം, എങ്ങനെയാണ് കൃഷിക്കാരും അതുപോലെ കൃഷിയിടങ്ങളും ഉള്ളത് എന്ന്
അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ച് ഇവരോടൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ കുട്ടികളോടൊക്കെ സംസാരിച്ച് പോകുന്ന സമയത്ത് നമുക്കതൊരു അതിൻ്റെതായ ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഉള്ളിലേക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്ന ആ ഒരു വൈബ്, അത് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു യാത്ര തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഇറങ്ങിപ്പോകണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവർക്ക് ഇത് കയറ്റിയിട്ട് ഈ വിളവെടുപ്പ് നടത്തിയിട്ടുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകണം. അതിന് കഴുതപ്പുറത്ത് വെച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇത്രയും സാധനങ്ങൾ താഴേന്ന് അവർ കൃഷിയിടത്തു നിന്ന് താഴത്തെ മേലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ചാക്കിലാക്കിയിട്ട് ഇതുപോലെ കഴുതപ്പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. ഇവിടെയുള്ള വീടുകളൊക്കെ ചെറുതാണെങ്കിലും അത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റുകളൊക്കെ അടിച്ചിട്ടാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. ഗ്രാമത്തിൻ്റെ ആത്മാവിനെ സ്പർശിച്ച് കുട്ടികൾ നമ്മൾ ഈ എന്താണ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പം അവരുടെ ആ ഒരു കണ്ണുകളിലെ അത്ഭുതവും ഇതൊക്കെ കണ്ട് അവരുടെ ചിത്രങ്ങളൊക്കെ പകർത്തുന്ന സമയത്ത് ആ കുട്ടികളുടെ ആ ഒരു ആകാംക്ഷയും ഒക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രായമായ സ്ത്രീകളാണെങ്കിൽ വെളുത്തുള്ളി വൃത്തിയാക്കി അത് ഒരുക്കുന്നുണ്ട്, ചാക്കിലേക്കാക്കിയിട്ട് ഒരുക്കുന്നുണ്ട്. വെളുത്തുള്ളി നിറച്ച ചാക്കുകൾ കയറ്റിക്കൊണ്ട് കഴുതകൾ നടന്നു പോകുന്നു. അങ്ങനെ വില്ലേജ് ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പൂണ്ടി ഗ്രാമം ഉള്ളത്. അതുപോലെ ഈ പൂണ്ടി വില്ലേജിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ റോഡ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല. കാരണം നിറയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ പൂണ്ടിയിലേക്കുള്ള യാത്രയുടെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് വശത്തുമായിട്ട് പൈൻ മരങ്ങളും യൂക്കാലിപ്റ്റസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു റോഡിലൂടെയായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നത്. യൂക്കാലിപ്റ്റസിൻ്റെ ആ ഒരു മണം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടുള്ള ആ ഒരു സുഗന്ധം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ആ ഒരു വഴി എന്ന് പറയുന്നത്. മന്നവന്നൂർ കഴിഞ്ഞിട്ട് ഉള്ള പൂണ്ടിയിലേക്കുള്ള യാത്ര. തണുപ്പുണ്ടാകുന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ തലയൊക്കെ കവർ ചെയ്ത് ചെവിയൊക്കെ കവർ ചെയ്ത് എന്നിട്ടായിരുന്നു യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമുള്ള ആ ഇറക്കവും നടത്തവും ഒക്കെ ആയതിനു ശേഷം നല്ല ചൂടായിരുന്നു. പൂണ്ടിയുടെ ആ ഒരു തണുപ്പും യാത്രയുടെ ആ ഒരു സുഖമൊന്നും ഈ ഒരു നടത്തത്തിന് നമുക്ക് ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളിയും നിലക്കടലയും അതുപോലെ ഗ്രീൻ പീസും എല്ലാ ഒരുവിധം കേബേജും ഇങ്ങനെയുള്ള കൃഷികളെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഓരോരോ ഭാഗത്തുള്ള സ്ഥലവും. എല്ലാ ഭാഗത്തുമായിട്ട് കൃഷികൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു അതും തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിറയെ വെള്ളവും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ഇവിടെ ഉണ്ട്. മഞ്ഞും അതുപോലെ കോടമഞ്ഞും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഈ പൂണ്ടി വില്ലേജിലുള്ളത്. കത്തിക്കാനുള്ള വിറകുകൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നിറയെ തലയിൽ വെച്ചിട്ട് ചുമന്നിട്ട് കൊണ്ടുപോവുകയാണ്. കുറേ സ്ത്രീകൾ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നീളത്തിലാണ് അവർ വിറക് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇതുവരെ നടന്നത് മതി, ഇനി അങ്ങോട്ടേക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ചുപേര് അവിടെ തന്നെ നിന്നു. പോരാ, കുറച്ചുകൂടി കണ്ടേ മതിയാവും എന്നുള്ള എൻ്റെ ഒരു ആവേശവും അതുപോലെ ഈ വീഡിയോ പകർത്താനുള്ള കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ജിജ്ഞാസയും ആഗ്രഹങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വെച്ചാൽ ആ കൃഷിയിടങ്ങളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് താഴേക്കെത്തി ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കും. ഇവിടുത്തെ കൃഷി രീതികളൊക്കെ മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് എൻ്റെ ക്യാമറയും എടുത്ത് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി.
നമ്മളെപ്പോലെ ഇവിടെ വരുന്നവരാണോ ഈ വേസ്റ്റുകളൊക്കെ ഇട്ടത്, അല്ല ഇവിടെ ഉള്ളവർ തന്നെ ഉപേക്ഷിച്ചതാണോ ഈ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും എന്നുള്ളത് അറിയില്ല. എങ്കിലും അതുപോലെ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളത് പോലെ തന്നെ നിറയെ വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളും പ്ലാസ്റ്റിക് കവറും ഒക്കെ ഈ കൃഷിയിടത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ട്, റോഡിന്റെ രണ്ട് ഭാഗത്തുമായിട്ട്, റോഡെന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഭാഗത്തായിട്ട് നിറയെ കാണുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് കൂടിയാണ് ഈ സ്ത്രീകള് ഈ ചാക്കില് ഈ സാധനങ്ങൾ, നമ്മുടെ ഈ കൃഷിയിടത്തിലുള്ള സാധനങ്ങൾ, വിളവെടുപ്പ് നടത്തിയിട്ടുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി മറ്റു സാധനങ്ങളൊക്കെ ചാക്കിൽ ആക്കിയിട്ട് തലയിൽ ചുമന്നിട്ട് ഈ ഇതിൻ്റെ മുകളിലുള്ള ഇപ്പം നടന്നു വന്ന ആ ഒരു വഴിയിലേക്ക് എത്തിക്കുന്നത്. സ്വന്തമായിട്ട് അത് പറഞ്ഞതുപോലെ ഇത്രയും ദൂരെ തന്നെ നമുക്ക് നടന്ന് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ കയറ്റം നമ്മൾ ഇറക്കാണ്, ഈ കയറ്റം കയറിയിട്ടാണ് അവർ ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഈ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരാണോ അല്ലെങ്കിൽ ഗ്രാമവാസികൾ തന്നെയാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിറയെ വിറകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല നല്ല ചെറിയ ചെറിയ ഓടിട്ട വീടുകൾ, കുഞ്ഞു വീടുകൾ, അതുപോലെ മണ്ണ് കൊണ്ടുള്ള വീടുകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കൊടൈക്കനാലിൻ്റെ മറ്റു ഭാഗത്തേക്കുള്ള വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഞാൻ. കാരണം ഇത് തന്നെ ഒരുപാട് ലോങ് വീഡിയോ ആയതുകൊണ്ട് അതൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇത് പൂണ്ടി മാത്രമുള്ളൊരു ആ ഒരു വീഡിയോ ആണ്. കാരണം മുഴുവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ വരേണ്ടതുകൊണ്ട് ഒരു ഭാഗവും മിസ് ചെയ്തിട്ടില്ല. എല്ലാ ഭാഗവും വരേണ്ടതുകൊണ്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് ഈ ലോങ് വീഡിയോ നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കൊടൈക്കനാലിൻ്റെ മറ്റു ഭാഗത്തേക്കുള്ള യാത്രയുടെ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ പാടത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ ചെരുപ്പിട്ടിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ പറഞ്ഞു ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് പാടത്തിൻ്റെ ഒരു സൈഡിലേക്ക് അഴിച്ചു വെച്ചിട്ട് എന്നിട്ട് വേണം കയറാൻ. അവർ ആ ഭൂമിയെ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നു, എത്രമാത്രം ആദരവ് കൊടുക്കുന്നു എന്നുള്ളൊരു തെളിവാണിത്. இதுதான் ஊன்றது ஒரு பரல் அது எப்படி பண்ணிடுவாரு? இது ஊனுனா இத்தனை வெங்காயம் உருவாக்கணும்ல, இதை ஒன்னு எடுத்து இப்படி ஊனுனா இது உள்ள வரணும்ல. அப்ப உழைப்பு எவ்வளவு உழைப்பு இருக்கு. இது உருவாக்கணும்னா களை எடுக்கணும், மருந்து அடிக்கணும், உரம் போடணும். எத்தனை மாசம் எடுக்கும் இது ஃபுல்லா? 5 மாசம்.
இங்க இது மட்டும் தான் கிருஷி பண்றதா இல்ல வேற எல்லாம் இருக்கு. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്. കാരണം ഉഴുതിട്ട സ്ഥലമാണ്. ആ ഉഴുതിട്ട സ്ഥലത്തിലൂടെ നമ്മൾ ചവിട്ടിയിട്ട് പോകുന്ന സമയത്ത് ആ മണ്ണ് അവിടെ ഉറച്ചു പോകും. അതുകൊണ്ട് ചെരുപ്പ് സൈഡിൽ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളോട് വരാനായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. அப்படி சாப்பிடத்தால லென்த் கிடைக்கும். வீட்ல யாரொക്കെ இருக்கு? வீட்ல எங்களுக்கு வந்து 3 குழந்தை, 2 பெண் குழந்தை கட்டி கொடுத்தாச்சு. திருப்பூர்ல இருக்காங்க. ஓ, பையன் ஒருத்தன், அவனும் திருப்பூர் தான் இருக்கான். நிட்டிங் கம்பெனில வேலை பார்க்கறாங்க. 2 பேர் பாப்பா கிட்ட இருக்காங்க, வேலை பார்க்கறாங்க. என் ஒய்ஃப் நான் தான் இருக்கேன். மாமா கொஞ்சம் டீ போதும். அவள சாயே குடிக்க மாட்டேன். കേരള, കോഴിക്കോട്. ചേട്ടൻ കോഴിക്കോട്. ഇത് വെളുത്തുള്ളി. ഓ, ഇത് വെളുത്തുള്ളി. ആ, ഞങ്ങളോട് വെളുത്തുള്ളി. ഇത് அங்க சும்மாதான் வீடு ஊரு கோழிக்கோடு. சாப்பிட்டீங்களா? சாப்பிட்டாச்சு. என்ன சாப்பாடு? വരുന്ന വഴിക്ക് ചപ്പാത്തി പിന്നെ ഗ്രീൻ പീസ് நீங்க கொண்டு வந்தீங்களா? நேத்துக்கு தான் வந்தது. நேத்து வந்தீங்க. சுகர் நிறைய போடுறது நம்ம ஊர்ல கூடுதலா தரும். நம்ம ஊர்ல இவ்வளவு சாப்பிட்ட மாதிரி இருக்கும். ஐயோ, நம்ம ஊர்ல இவ்வளவு சக்கரை போடாது. இது டபுள் சக்கரை அங்கே வரும்போது வாய் ஒட்டுறது மாதிரி இருக்கும். அவ்வளவு சக்கரை போடாது. நமக்கு வந்து நல்லா நான் ரிட்டர்ன் ஆனதுக்கு அப்புறம் வேலை எடுத்தாச்சு. அப்ப வீட்டுல சும்மா தான் இருக்கீங்க? ஆமாதான், சும்மாதான். அப்புறம் பொழுது போயிருக்கா பிசினஸ் வேணாப்பா. நான் வந்து 23வது வயசுல LIC ஜாயின் வேலை பண்ணிட்டேன், ஆரம்பிச்சிட்டேன். 60 വയസ്സ് ആണെങ്കിൽ മതിയായി. പൈസ ഇനിയുള്ള കാഴ്ച നമ്മുടെ കാഴ്ചകളാണ്. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ രാത്രിയിലൊക്കെ താമസ സ്ഥലത്തേക്കാണ്. ഒരു ഡിനോസർ ടെന്റ്. ശരിക്കും ഡിനോസർ എന്നുള്ള ആ ഒരു സ്ഥലമല്ല, ടെന്റാണ്. ആ ഒരു ടെന്റിലേക്കാണ് നമ്മൾ ഈ യാത്ര, ഈ വണ്ടിയിൽ കയറി, ചെറിയൊരു ലോറിയിൽ കയറി, മിനി ലോറിയിൽ കയറിയിട്ട് പോകുന്നത്. അതൊരു ചെങ്കുത്തായ ഇറക്കം എന്നെല്ലാം പറഞ്ഞ പോലെ ചെങ്കുത്തായ ഒരു ഇറക്കാണ്. ഈ ഇറക്കത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ വാഹനങ്ങളില്ല എന്ന് ടെന്റ് നമ്മൾ ബുക്ക് ചെയ്ത സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ ആ ഒരു സമയത്ത് അത്രയും ഒരു വളരെ ഇടുങ്ങിയൊരു വഴിയിലെ കൂടിയായിരുന്നു നമ്മൾ പൂണ്ടിയുടെ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്രയും ചെറിയൊരു വളരെ ഇടുങ്ങിയ വഴിയിലൂടെയായിരുന്നു നമ്മുടെ ട്രാവലർ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷേ കാടായിരുന്നു, നിറയെ കാടുകളാണ്, വേറെ വാഹനങ്ങളൊന്നുമില്ല. ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സീൻ എന്ന് വേണം പറയാൻ. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ചെങ്കുത്തായിട്ടുള്ള ആ ഒരു ഇറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലും ഭീകരമായൊരു ഇറക്കം തന്നെ പറയാം. പക്ഷെ റോഡുണ്ട്. ഈ ഒരു ടെന്റിന്റെ ഇത് നടത്തിപ്പുകാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി ഈ ലോറിയിൽ കയറുന്ന സമയത്ത് ഈ ലോറി ഇതിങ്ങനെ ലോറി അടക്കുന്ന പയ്യന് നമ്മുടെ ആവേശം കണ്ടിട്ട് അവന് ഭയങ്കര ചിരിയായിരുന്നു. ഇതെന്താണ് ചെയ്യുന്നത്? അവർ വാഹനങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ആൾക്കാർ പോയില്ലല്ലോ. നമുക്ക് ഏതായാലും ലഗേജ് മാത്രം കയറ്റാന്നുള്ള രീതിയിലേക്കായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ലഗേജിന്റെ കൂടെ വേറൊരു ലഗേജായിട്ട് നമ്മളും അതിലേക്ക് കയറിപ്പറ്റി. അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു വഴി ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇതിന്റെ ലാസ്റ്റ് പോർഷനിലുണ്ട്. നമ്മളവിടെ എത്താൻ പോവുകയാണ്. അവിടെ ഏകദേശം എത്തിക്കഴിഞ്ഞു. ആ ടെന്റിന്റെ ആ ഒരു നമ്മൾ രാത്രി താമസിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊരു ഓരോരോ ഭാഗത്തായിട്ടാണ് 7 ടെന്റായിരുന്നു ഉണ്ടായിരുന്നത്.
ഈ 7 ടെൻറ്റിലായിട്ട് ഓരോരോ സ്ഥലത്തായിട്ടാണ്, ഓരോരോ ഭാഗത്തായിട്ടാണ് ഓരോരോ ടെൻ്റ് ഉള്ളത്. ടെൻ്റ് എന്ന് പറയാൻ നമുക്ക് ഇതായിരുന്നു. എനിക്ക് ശരിക്കുള്ള അത് വെച്ച് തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ പറയാം. ഒരു 12-13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം അത്രയും ചൂടുള്ള സ്ഥലത്ത് നിന്ന് പിന്നെ അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. രാത്രിയാവുമ്പോഴേക്കും തണുപ്പ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭംഗി, ഈ ഒരു ടെൻറ്റിന് നമുക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭംഗി നമ്മൾ നേരിട്ടുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മെയിൻ്റെനൻസ് എന്ന് പറയുന്ന സംഭവം അതിന് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ രാത്രി അത് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അവിടെ എത്തി. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലൈമറ്റും എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ അവിടെയുള്ള താമസം മാത്രം വളരെ വളരെ മോശമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ടെൻറ്റ് ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതിപ്പം രാത്രി കഴിഞ്ഞു, രാവിലെയായി. നമ്മളെ തണുപ്പും ആ ഒരു എന്താ പറയുക, തണുപ്പിൻ്റെ ആ ഒരു ഭീകരത ഉള്ളതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ഇറങ്ങി. അവിടുന്ന് രാത്രിയത്തെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കം ശരിക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. പക്ഷേങ്കിൽ ഈ ഒരു കാലാവസ്ഥയും അതുപോലെ ഇതിൻ്റെ ആ ഒരു ബാക്കിയുള്ള സറൗണ്ടിങ്സും കാണാൻ അത്രയും സുന്ദരം തന്നെ പറയാം, അതിമനോഹരം തന്നെ പറയാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ആ ടെൻറ്റിൽ നമുക്ക് ഇവിടെ തീരെ പറ്റിയില്ല എന്ന് വേണം പറയാൻ. ഇതൊക്കെ കഴിഞ്ഞു രാവിലത്തെ ലഗേജും എടുത്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആ ലോറിയിലേക്ക് കയറിയിട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക്. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വണ്ടിയിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ട്രാവലറിൽ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിയിൽ കയറിയിട്ടാണ് നമ്മൾ അന്ന് വന്ന അതേ ലോറിയിൽ കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടുത്തെ അസൗകര്യങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് തന്നെ നേരത്തെ അവിടുത്തെ ഒരു ചായ നമ്മൾ കുടിക്കാൻ നിന്നില്ല. അത് അവിടെ എത്തിയതിന് ശേഷം, മേലെ എത്തിയതിന് ശേഷം നമുക്ക് കുടിക്കാനുള്ള രീതിയിൽ എല്ലാവരും രാവിലെ തന്നെ, ഇത്രയും തണുപ്പായിട്ടും രാവിലെ തന്നെ നേരത്തെ എല്ലാവരും ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. ഈ ഒരു കയറ്റം ആണ് ഞാൻ നേരത്തെ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടായിരുന്നു. ഇതാണ് കാണുന്നതാണ് ഈ കയറ്റത്തിലൂടെയാണ് നമുക്ക് ഈ വണ്ടി പോകേണ്ടത്. കാരണം അത്രയും ദൂരം ഉള്ളത് കൊണ്ട് നമുക്ക് നടന്നിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെയും പല ആൾക്കാരും ഇന്നലെ കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നടന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും ലഗേജ് എടുത്തിട്ട് ഇത്രയും ദൂരം രാത്രി നടന്നു വരാനുള്ള, രാത്രിയായാലും ഈ ഒരു സമയത്തായാലും, കാരണം ഇന്നലെയുള്ള ഉറക്കം തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല, ടെൻറ്റിലുള്ള ഉറക്കം തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലെ ശരിക്കും നടന്നു പോകാൻ ആ ഒരു കാടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്നു പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. രാത്രിയിലത്തെ ഉറക്കം, തണുപ്പും അതുപോലെ അവിടെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം ഉറക്കം ശരിയാകാത്തത് കൊണ്ട് എല്ലാവരും ഈ ഒരു വണ്ടി കയറിയിട്ട് തന്നെ പോകാന്നുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു. നമ്മൾ ഏകദേശം അവിടെ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു സ്ഥലം അതിമനോഹരമാണ്. പോണ്ടി വില്ലേജും ഈ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലവും വളരെ മനോഹരമാണ്. പക്ഷേ അവിടുത്തെ സ്റ്റേ ആയിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലം മാത്രമാണ്, നമ്മുടെ സ്റ്റേ മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ടെൻറ്റിൻ്റെ ജീവനക്കാർ. അവരോട് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവരിന്ന് ചായയൊന്നും കുടിക്കാതെ വന്നതുകൊണ്ട് എല്ലാവരും ചെറിയൊരു ചായക്കട കണ്ട് അവിടുന്ന് ചായ കുടിക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഇരുന്ന് അടുത്ത യാത്രയുടെ ആ ഒരു മൂഡിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞു.